രാഹുലെ, നെയ്യാറ്റിങ്കര ഗോപൻ ആറാട്ട് സിനിമയ്ക്ക് ശേഷം വൈറലായ പേരാണ്. ഇപ്പോൾ വൈറലാവുന്നത് നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയാണ്. വളരെ സീരിയസ് ആയ ഒരു ഇഷ്യൂ ആണ്. നമ്മൾ പറയുന്നത്ര കുറച്ച് ഈസി ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിലും വളരെയേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സ്വന്തം അച്ഛൻ സമാധിയായി എന്ന് പറഞ്ഞ് ഒരു സമാധി പീഠത്തിലിരുത്തി അത് സ്ലാബിട്ട് അടയ്ക്കുക. എന്നിട്ട് പിറ്റേ ദിവസം നാട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല, വീട്ടുകാരോടോ കുടുംബക്കാരോടോ അറിഞ്ഞിട്ടില്ല. വീട്ടിലുണ്ടായിരുന്ന അമ്മയും രണ്ട് മക്കളും, എനിക്ക് തോന്നുന്നു ഈ മകന്റെ ഭാര്യ ഒരാളുണ്ട്, അവർ മാത്രമാണ് ഇത് അറിഞ്ഞിരിക്കുന്നത്. പിറ്റേ ദിവസം വീട്ടിന് മുന്നിൽ ഫ്ലെക്സ് വെക്കുകയാണ് അച്ഛൻ സമാധിയായി. അതുപോലെ കൗൺസിലറെ വിളിച്ചു പറയുന്നു അച്ഛൻ സമാധിയായി. ഇതിനു ശേഷം ഉണ്ടായത് മൊത്തം നമ്മൾ വാർത്തകളിലൂടെ കണ്ടതാണ്. നാട്ടുകാർ ഇതിനെതിരെ വരുന്നു. എങ്ങനെയാണ് ശരിയാണ് സമാധി എന്ന് പറയുന്നത് ചില സന്യാസം സ്വീകരിക്കുന്നവരെ സംബന്ധിച്ച് അതല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള കോമൺലി നടക്കാവുന്നതാണ്. പക്ഷെ നമ്മുടെ നാടാണ്, ഐ മീൻ ഇത് കേരളമാണ്. ഇവിടെ കൃത്യമായ നിയമങ്ങളുണ്ട്, ഇന്ത്യയിൽ തന്നെ നിയമങ്ങളുണ്ട് അതിന് വേണ്ടിയിട്ട്. ഇത് ഒരാളോടും പറയാതിരിക്കുന്നത് കൊണ്ടാണ് ഇത്രയും ദുരൂഹതകൾ ഏറുന്നത് എന്നുള്ളത്. കൃത്യമായി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അതിന് കൃത്യമായിട്ടുള്ള ഇതുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ ജനിക്കുന്ന ഓരോരുത്തരെയും മരിക്കുന്ന ഓരോരുത്തരെയും കൃത്യമായിട്ട് രേഖപ്പെടുത്തണമെന്നുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്. പിന്നെയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമാധിയൊക്കെ വരുന്നത് എനിക്ക് തോന്നുന്നു വാരണാസി അതേപോലുള്ള സ്ഥലങ്ങളിൽ ആ ഒരു രേഖകളുടെ ആവശ്യമില്ല എന്ന് എനിക്ക് പലപ്പോഴും. അല്ല, ആര് മരിച്ചാലും ജനിച്ചാലും അതിന് കൃത്യമായ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ അത് രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് എല്ലാ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സിനെയൊക്കെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ ഇപ്പൊ വാരണാസിയിലൊക്കെ ഒരാൾ സമാധിയാവുകയാണ്, ഒരു മുനിവര്യൻ സമാധിയിൽ എത്തുകയാണ് എന്നെങ്കിൽ നമ്മൾ അതിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ട്, പല വീഡിയോസ് നമ്മൾ അതിലൊക്കെ ഒരുപാട് മുനിമാര് വന്ന് അവിടെ മന്ത്രങ്ങൾ ചൊല്ലുന്നു. ഇവര് പറയുന്നത് പോലെ പത്മാസനത്തിൽ ഇരുത്തിയാണ് സമാധി വെക്കുന്നത്. പക്ഷെ അതിന് അവിടെ എത്രയോ ശിഷ്യന്മാരുണ്ടായിരിക്കും, മറ്റു യോഗീശ്വരന്മാരുണ്ടായിരിക്കും. ഇവരെല്ലാവരും കൂടി നിന്ന് കൃത്യമായ അതിന്റെ റിച്വൽ പ്രാക്ടീസസ് ഒക്കെ ചെയ്തിട്ടാണ് സമാധി വെക്കുന്നത്. അവിടെ നമുക്ക് ഇത്തരത്തിലുള്ള ദുരൂഹതകളിലേക്ക് എത്തേണ്ട സാഹചര്യങ്ങൾ വരാറില്ല. എനിക്ക് തോന്നുന്നു മരണപ്പെട്ടതിന് ശേഷം മാത്രമാണ് അവർ അതിനെ ഒഴുക്കി വിടുന്നത്. അതെ, ഈ സമാധി എന്ന് പറയുമ്പോൾ നമ്മൾ പറയും അന്ധതയിലേക്ക് ലയിക്കുകയാണ്, അതല്ലെങ്കിൽ അനന്തമായി പോകുന്ന ജീവിതത്തേക്കാണ് അങ്ങനെ പറയുന്നത്. പക്ഷേ പ്രാക്ടിക്കലി നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് മരണമാണ്. മരണത്തെയാണ് സമാധി എന്ന് വിളിക്കുന്നത്. ഞാൻ സമാധിയെ ചെറുതാക്കി കാണുകയില്ല, അതിന് അത്രയും വലിയൊരു സ്പിരിച്വൽ സാധ്യതകൾ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ പ്രാക്ടിക്കൽ നോളജിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അത് മരണമാണ്. ഈ മരണം കൃത്യമായി ഉറപ്പുവരുത്തണം. ഈ കേസിലേക്ക് വരുമ്പോൾ ഇതിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് നാട്ടുകാർ പറയുന്നത് ഇദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല എന്നാണ്. പക്ഷെ മകൻ പറയുന്നത് എഴുന്നേറ്റ് നടന്ന് അവിടെ ചെന്ന് പത്മാസനത്തിൽ ഇരുന്നതിന് ശേഷം സമാധിയായി, എന്നിട്ടാണ് ഞങ്ങൾ സ്ലാബിട്ട് മൂടി എന്നാണ് പറഞ്ഞത്. അവിടെയാണ് ട്വിസ്റ്റ് വരുന്നത്. നാട്ടുകാർക്ക് മറ്റൊരു വാദവും മക്കൾക്ക് മറ്റൊരു വാദവും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ദുരൂഹത വരും എന്നുള്ളതാണ്. കാരണം ഈ മകന്റെ ആദ്യത്തെ ബൈറ്റ് ഏറ്റവും ആദ്യം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത സമയത്ത് മകൻ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നത് അച്ഛൻ എനിക്ക് തോന്നുന്നു ക്ഷേത്രത്തിൽ പോയിട്ടോ എവിടെയോ പോയിട്ട് മടങ്ങി വന്നതിന് ശേഷം ഭക്ഷണം കഴിച്ചു, പ്രഷറിന്റെയും ഷുഗറിന്റെയും ഗുളികകൾ കഴിച്ചു. ഇതിന് ശേഷമാണ് അച്ഛൻ താൻ സമാധിയാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഇത്തരത്തിൽ അവിടെ പോയിരുന്ന് പത്മാസനത്തിലിരുന്ന് മരിക്കുന്നത്. അത് 11 മണിക്ക് തുടങ്ങിയതാണ്. ഉച്ചയ്ക്ക് 11 മണി മുതൽ പുലർച്ചെ 3 മണി വരെയോളം പൂജകൾ ചെയ്തു. സുഗന്ധദ്രവ്യങ്ങൾ ഇട്ടിട്ടാണ് അച്ഛന്റെ സമാധിപീഠം അടച്ചത് എന്നൊക്കെ പറയുന്നു. പക്ഷെ ഞാൻ ആലോചിക്കുന്നത്, ഒന്നാമത്തത് ഇദ്ദേഹം സമാധിയാകാൻ പോവുകയാണെന്ന് 2 ദിവസം മുൻപ് തന്നെ ഭാര്യയോട് പറഞ്ഞിരുന്നതായി ആ അമ്മയുടെ ബൈറ്റില് ഇന്ന് ഞാൻ കേട്ടു. അവർ പറഞ്ഞത് 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ പോകുമെന്ന് പറഞ്ഞു. എങ്ങോട്ടാണെന്നോ സമാധിയെ കുറിച്ചോ പറഞ്ഞില്ല. കാരണം ഞാൻ വേദനിക്കും എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് എന്നോട് അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞില്ല. പക്ഷെ ഇളയ മകനോട് പറഞ്ഞിരുന്നു. ഈ 2 ദിവസത്തിനുള്ളിൽ സമാധിയാകുമെന്ന് ഉറപ്പുള്ള ഒരാൾ എന്തിനാ പ്രഷറിനെയും ഷുഗറിനെയും ഗുളിക കഴിച്ചു എന്ന് പറയുന്നത് നമുക്ക് വളരെ കോമഡിയായി തോന്നുന്നത് വാലിഡ് ആയിട്ടുള്ള ഒരു സംശയമാണ്. അദ്ദേഹത്തിന് അറിയാം താൻ സമാധിയാകാൻ പോവുകയാണെങ്കിൽ പരബ്രഹ്മത്തിലേക്ക് ലയിക്കാൻ പോവുകയാണ് എന്നുള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ടെങ്കിൽ എന്തിനാണ് പിന്നെ ഗുളികകൾ കഴിക്കുന്നത്? യോഗ്യനായിട്ടുള്ള ഒരാൾ അതിനാവശ്യകതയില്ല. പിന്നെ ഇവര് പറയുന്നത് അച്ഛൻ പറഞ്ഞു ആരും സമാധിയാകുന്നത് കാണാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ആരെയും വിളിക്കാനത്. ശരി, അച്ഛന്റെ ആഗ്രഹമാണ്. ഈ സമാധി ആയതിനു ശേഷമാണല്ലോ ഈ സമാധി പീഠം മൂടുന്നത്. ആ സമയത്ത് ആളുകളെ വിളിക്കാമല്ലോ, സമാധി ആയിക്കഴിഞ്ഞല്ലോ. അപ്പോ എന്തുകൊണ്ടാണ് ഇവര് നാട്ടിൽ ജീവിക്കുന്നവരല്ലേ, ഇവർക്ക് അറിയില്ല ഇതിന് ബേസിക് ആയിട്ടുള്ള പ്രോട്ടോകോളുകൾ ഉണ്ട്, അല്ലെങ്കിൽ കൃത്യമായ കാര്യങ്ങളുണ്ട്, അറിയിക്കേണ്ടതാണ്. അത് എന്തുകൊണ്ടാണ് അദ്ദേഹം ചെയ്തില്ല, കുടുംബം മൊത്തത്തിൽ ചെയ്തില്ല? ഇപ്പൊ നമ്മൾ ഇന്ന് ആ സമാധി പീഠം തുറക്കാൻ കളക്ടർ ഉത്തരവിട്ടു, പോലീസ് അവിടെ എത്തി, അതിന്റെ നടപടികൾ തുടങ്ങിയപ്പോൾ നമ്മൾ വളരെ നാടകീയമായ രംഗങ്ങളാണ് അവിടെ നിന്ന് കണ്ടത്. ഓം നമഃശിവായ എന്ന് വിളിച്ച അദ്ദേഹത്തിന്റെ ഭാര്യ
ഓടിക്കൊണ്ടുവരുന്നു. കല്ലറയിൽ തൊടണമെങ്കിൽ, അല്ലെങ്കിൽ കല്ലറ എന്ന് വിളിക്കരുത്, ഇതിന് സമാധി പീഠം എന്ന് വിളിക്കണമെന്നാണ് അവർ പറയുന്നത്. ഈ സമാധി പീഠം തൊടണമെങ്കിൽ ഞങ്ങളെല്ലാവരും കൊല്ലണം, അല്ലെങ്കിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യും, പ്രാണാഹൂതി ചെയ്യും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനെതിരെ മിസ്സിംഗ് കേസാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ അദ്ദേഹം മരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് കല്ലറ കുഴിച്ചു മാറ്റിയിട്ട് അദ്ദേഹത്തിന് മാത്രമേ അറിയത്തുള്ളൂ അദ്ദേഹം മരിച്ചോ ഇല്ലയോ എന്ന്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ആരോ ഒരാൾ കൊടുത്തൊരു കേസാണ്. നാട്ടുകാരിൽ പെടുന്ന 2 പേരാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് എന്തായാലും അത് കുഴിച്ചെടുത്തെങ്കിലേ പോലീസുകാർക്ക് കൃത്യമായിട്ട്, അവർക്ക് ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പരിശോധിക്കേണ്ടത് ഉത്തരവാദിത്തം അവർക്കുള്ളതാണ്. അപ്പൊ ഇത് കളക്ടർ വരെ ഇടപെട്ട് കഴിഞ്ഞു. ഇത് എന്തായാലും ഇനി അത് കുത്തിപ്പൊളിക്കും. അത് ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സമാധിയായി എന്ന് പറയുമ്പോൾ ഇവിടെ 2 പ്രശ്നങ്ങളാണ് വരുന്നത്. ഒന്ന്, ഇദ്ദേഹം മരിച്ചതിന് ശേഷമാണോ ഇവർ ഈ സ്ലാബ് മൂടിയത്, അതോ മരണത്തിന് മുൻപ് തന്നെ മൂടിയിട്ടുണ്ടോ? അതൊരു ചോദ്യമാണ്. കാരണം ഇവരാരും ഡോക്ടർമാരൊന്നുമല്ല, കൃത്യമായി അത് നിരീക്ഷിക്കാനുള്ള കഴിവൊന്നും ഇവർക്കില്ല. ഈ പ്രാണായാമത്തിലൂടെ പ്രാണൻ മുകളിലോട്ട് പോകുന്നത് കണ്ടു, അച്ഛൻ കാശിയിലേക്ക് പോകുന്നത്, കൈലാസത്തിലേക്ക് പോകുന്നത് കണ്ടു എന്നൊക്കെയാണ് ഇവർ മുന്നോട്ട്. ഇതൊന്നും നമുക്ക് പ്രാക്ടിക്കലി വിശ്വസിക്കാൻ പറ്റില്ല. സ്പിരിച്വൽ വേൾഡിൽ നമുക്ക് വിശ്വസിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്പിരിച്വാലിറ്റി, നമ്മൾ അതിനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരോട് സംസാരിക്കുന്നതാണ്, ആ തലങ്ങളിൽ നമുക്ക് അത് വിശ്വസിക്കാം. പക്ഷെ ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലം അങ്ങനത്തെ അല്ല. അതിനൊരു പ്രാക്ടിക്കാലിറ്റി കൊണ്ടുവരണം എന്നുള്ളതാണ്. ഇനി അഥവാ ഇദ്ദേഹത്തിന്റെ ശരീരം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഇദ്ദേഹം ശ്വാസം മുട്ടിയാണ് മരിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടുകാർക്കെതിരെ കേസെടുക്കേണ്ടതായി വരും. അതെ, അത് എത്രത്തോളം ഭീകരമാണ് എന്നുള്ളതാണ്. മേ ബി അവർക്ക് ഈ പേടിയുള്ളത് കൊണ്ടായിരിക്കാം അവരത് തുറക്കാൻ സമ്മതിക്കാത്തത് എന്നുള്ള ഒരു പോയിന്റ് ഉണ്ട്. അതിനകത്തുള്ള ഏറ്റവും വലിയ ചോദ്യം അത് തന്നെയാണ്. അത് കിടക്കയിൽ കിടക്കുന്ന ഒരാൾ എങ്ങനെ നടന്നു വരും എന്നത് വലിയൊരു ചോദ്യമാണ്. ഇനി കിടക്കയിൽ കിടന്നാണ് മരിച്ചതെങ്കിൽ മകനായിരിക്കും അവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടത്. അതെ, അല്ലെങ്കിൽ അദ്ദേഹം നടന്നു പോകണമെങ്കിൽ അത്രയ്ക്ക് വിചിത്രമായ എന്തെങ്കിലും സംഭവിച്ചു കാണണം. അല്ലെങ്കിൽ ഈ നാട്ടുകാർ പറയുന്നത് കള്ളമാണെന്ന് പറയേണ്ടി വരും. കാരണം ഈ വീട്ടുകാർക്ക് ഒരു വാദമുള്ളത് ഈ അമ്പലവുമായി ബന്ധപ്പെട്ട്, ഇദ്ദേഹം പണി കഴിപ്പിച്ച അമ്പലമാണെന്ന് തോന്നുന്നു, ആ അമ്പലവുമായി ബന്ധപ്പെട്ട് അതിലൂടെ റോഡ് പോകുന്നതിനോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടി തർക്കത്തിലുള്ള സ്ഥലങ്ങളാണ്. അതിന്റെ ദേഷ്യം ഈ നാട്ടുകാർക്ക്, ഈ കുടുംബത്തിനോടുണ്ട്, ഇദ്ദേഹത്തോട് അടക്കമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ മേ ബി അങ്ങനെ നാട്ടുകാരുടെ ഭാഗത്ത് തെറ്റാണെന്ന് തെളിയണം. പക്ഷെ അത് തെളിയണമെങ്കിലും ഈ ശരീരം പുറത്തെടുക്കേണ്ടി വരും. അല്ലെങ്കിൽ അതവിടെ, ഈ ശരീരം അവിടെ ഉണ്ട് എന്നുള്ളതിന് എന്താണ് ഉറപ്പ്? അതാണ് മറ്റൊരു ചോദ്യം. ആ ശരീരം അവിടെ ഉണ്ടെന്ന് നമ്മൾ എങ്ങനെയാണ് ഉറപ്പിക്കുക? ഇപ്പൊ നമ്മൾ ദൃശ്യം മോഡൽ കൊലപാതകങ്ങൾ എത്ര എണ്ണമാണ് നമ്മൾ നാട്ടിൽ കാണുന്നത്. അങ്ങനെ എത്രയോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മരണങ്ങൾ അല്ലെങ്കിൽ കൊലപാതകങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പോലീസിനെയോ ഭരണ സംവിധാനത്തെയോ ഒന്നും എതിർക്കാൻ പറ്റില്ല. അവരിങ്ങനെ ഒരു കാര്യം ചെയ്യും, വിശ്വാസത്തിന്റെ പേരിൽ അവരെ നമുക്ക് തടയാൻ സാധിക്കില്ല. ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ഇത്രയും സമരങ്ങൾ നടക്കുമ്പോൾ നമ്മൾ കുറച്ചു മുന്നേ ഒരു ബൈറ്റ് കണ്ടിരുന്നു, എന്റെ അപ്പൂപ്പനും ഇതുപോലെ സമാധിയായതാണ്, എന്റെ അപ്പൂപ്പനും ഞാൻ കൊന്നു എന്ന് നിങ്ങൾ പറയുമോ എന്നത്. മേ ബി അന്നത്തെ കാലമല്ല ഇന്നത്തെ കാലം. അന്നത്തെ കാലത്ത് ഇത്രയും നിയമ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ എന്തായാലും അതിനെ എതിർത്തേ പറ്റും. ഇവിടെ നരബലിയൊക്കെ നടന്ന നാടാണ് നമ്മുടേത്. അവിടെ എങ്ങനെയാണ് നമ്മൾ ഇതിനൊക്കെ അംഗീകരിക്കുക? അതൊരു സമാധിയാണ്. അതെ, നരബലി നടത്തുന്ന ഒരു സമാധിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നരബലി നടത്തുന്ന നാട്ടില് ഇതും സമാധിയാണ്, അത് സമാധിയാണ്. കൃത്യമായി പറയുമ്പോൾ അവർ കൃത്യമായി അതിന് വേണ്ട പ്രിക്വേഷൻസ് ഉണ്ട്. അവർ പറയുന്ന പോലെ തന്നെ ഡിവൈനിറ്റി ആണ്, അല്ലെങ്കിൽ അത് വിശ്വാസമാണ്. സമാധി എന്ന് പറയുന്നത് പരബ്രഹ്മത്തിലേക്കുള്ള യാത്ര, അല്ലെങ്കിൽ അതിലേക്ക് വിശ്വസിക്കട്ടെ, അങ്ങനെ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. പക്ഷെ അവർ ജീവിക്കുന്ന പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരാളുടെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. അത് ചെയ്യാതിരുന്നതാണ് പ്രശ്നമായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോ അവരാണ് തെളിയിക്കേണ്ടത്. അതെ, പക്ഷെ അവർക്ക് അത് തെളിയിക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. എന്തായാലും ഇതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് വിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങളായി മാറുന്നത്. ഇപ്പൊ ആലോചിക്കും, ഇത് ഇത്ര വലിയൊരു വിവാദമായി. ഇവിടെ നമ്മുടെ നാട്ടിൽ എത്രയോ ഈ സന്യാസം സ്വീകരിച്ചവർ അല്ലെങ്കിൽ സാധുക്കളായിട്ടുള്ള എത്രയോ മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്. ഇവരിനെ എല്ലാവരെയും നമ്മൾ സംശയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു ഇൻസിഡന്റ് കൊണ്ടുവന്ന് എത്തിക്കും എന്നുള്ളതാണ്. ഇത്രയും വലിയൊരു യോഗേശൻ ആയതുകൊണ്ട് അദ്ദേഹം എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. തീർച്ചയായിട്ടും.